ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദിസ് ഇസ് ഷിഫ വിത്ത് ആർ ടേസ്റ്റി വീൽസ്. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായ മലബാർ സ്പെഷ്യൽ അതിശയ പത്തിരി തയ്യാറാക്കിയാലോ? അതിന് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതേപോലെ ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉള്ളി പെട്ടെന്ന് താളിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് കഴിഞ്ഞ് ചേർത്താലും മതി, പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി 1 ടേബിൾ സ്പൂൺ മതിയാവും, അതുകൂടി ചേർക്കാം. ഇനി 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓരോ ടേബിൾ സ്പൂൺ വീതം മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കനാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് ചിക്കിയെടുത്ത ചിക്കനാണ്, അത് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പിടിയോളം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി ലാസ്റ്റായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് അതിശയ പത്തിരീൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പോകുന്ന ഫില്ലിങ്. ഞാനിവിടെ ദോശയുടെ ലെയറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു മാവ് രൂപത്തിലേക്ക് ഇതിനെ ആക്കിയെടുക്കണം. ഒരുപാട് കട്ടിയായി പോവുകയും വേണ്ട, ഒരുപാട് ലൂസായി പോവുകയും വേണ്ട. ഒരു ദോശയുടെ ബാറ്ററാക്കി ആ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതാ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചൂടാനായിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് മതിയാവും ഈ ദോശ വെന്ത് കിട്ടാനായിട്ട്. ഭയങ്കര നൈസാക്കി ഒന്നും ഉണ്ടാക്കണ്ട, കുറച്ച് കട്ടിയായാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമുക്ക് 2-3 മിനിറ്റ് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര ദോശകൾ തയ്യാറാക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 5-6 ദോശ ഈ ഒരു ബാറ്റർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലെയറിൻ്റെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാനിത് ആ ബാറ്റർ ഫുള്ളി ഞാൻ ദോശയൊക്കെ ആക്കി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശ ഡിപ്പ് ചെയ്തിട്ട് അതിശയ പത്തിരി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ലെയർ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം നമ്മൾ ഇതേപോലെ അടുപ്പത്ത് വെക്കാം. ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവും, അടി പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനാണ്. അതിലേക്ക് ഇതേപോലെ ഓയിൽ ഒഴിച്ച് നല്ലപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുട്ട് വെച്ചിരിക്കുന്ന ദോശ മിക്സിലേക്ക്, എഗ്ഗിൻ്റെ മിക്സിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വയ്ക്കുകയാണ്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
ഫില്ലിംഗ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ദോശകളും ഇതേപോലെ എഗ്ഗിൽ മുക്കി ഇതേപോലെ നമ്മൾ ലെയർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുക. നമ്മൾ മസാല ഇതിലേക്ക് ഇടുന്ന സമയത്ത് എല്ലാത്തിനും കൂടി വെക്കുന്ന രീതിയിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ലെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് കുറച്ച് ഉപ്പിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടി ആയാലും നമ്മൾ അതിശയ പത്തിരീൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് നല്ല വൃത്തിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിശയപ്പത്തിൽ ഇതാ തയ്യാറായിരിക്കുകയാണ്. ചൂടോടെ തന്നെ വിളമ്പാം. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. ഞാനിത് കട്ട് ചെയ്യാനൊന്നും ഇവിടെ ആർക്കും സമയമില്ല. അപ്പോഴേക്കും ഫോർക്കൊക്കെ എടുത്ത് വന്ന് നല്ല റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.